ഒരു 100 പേരെൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അവരെല്ലാവരും എനിക്ക് വേണ്ടി കൈയടിക്കണം. 10 പേരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് വെച്ചാൽ അവരെല്ലാവരും എണീറ്റ് പ്രാന്തമായിട്ട് എന്നെ ആരാധിച്ചുകൊണ്ട് കൈയടിക്കണം. അത് എൻ്റെ ഒരു പ്രത്യേകതരം ചിന്താഗതിയാണ്. എന്ന് വെച്ചാൽ മറ്റവനേക്കാളും നന്നാവണമെന്നോ ഞാനായിരിക്കണം ഏറ്റവും മികച്ചതെന്നോ അങ്ങനെയൊന്നുമല്ല. പെർഫെക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇംപെർഫെക്റ്റ് ആക്കണം എനിക്ക്. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റിനേക്കാൾ മികച്ചതാവണം എനിക്ക്. ഞാൻ എന്തിനേലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തിനാണോ ഫോളോ ചെയ്യുന്നത് ആ സാധനം നാളെ എൻ്റെ പേരിൽ വേണം ഡിഫൈൻ ചെയ്യപ്പെടാൻ. അങ്ങനെ ഒരൊറ്റ നിർബന്ധം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു മാർഗം ഫോളോ ചെയ്ത് ഇങ്ങനെ ഒരുപാട് പോവും. പക്ഷെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊരു പ്രശ്നമുണ്ട്. അതായത് അവരിങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ കുറേ പോയിട്ട് ഏതെങ്കിലും ഒരു നിമിഷം തിരിഞ്ഞു നോക്കും. അപ്പോൾ ഈ തിരിഞ്ഞു നോക്കുന്ന നിമിഷം ഉണ്ടല്ലോ, അങ്ങനെ ഒരു നിമിഷം എനിക്കുണ്ട്. ഇപ്പം ഞാനങ്ങനെ തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ കാണാൻ പറ്റുന്ന നഷ്ടങ്ങളുടെ കണക്കാണ്. അങ്ങനെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു പോകും, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ലിവിങ് ദ പ്രസൻറ്റ് എന്നുള്ള ആ കോൺസെപ്റ്റിൽ മുന്നോട്ട് പോയാലോ എന്ന്. സംഭവം രസമാണ്, നല്ല സന്തോഷമായിരിക്കും, ജോലിയായിരിക്കും, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. പക്ഷേ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മളൊരു സാധാരണ മനുഷ്യനായി മരിക്കേണ്ട അവസ്ഥ വരും. അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളൊന്നും അല്ല എന്നുള്ളത് മനസ്സിലാവും. ആ ഒരു സിറ്റുവേഷൻ എന്നെ വല്ലാതെ ഇങ്ങനെ ഭയപ്പെടുത്തുക. അതുകൊണ്ട് ഇപ്പം ഞാൻ മുന്നോട്ട് നോക്കിയാലും ബാക്കിലേക്ക് നോക്കിയാലും നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മുന്നോട്ട് പോകാൻ തന്നെ വിചാരിക്കുക. കാരണം എൻ്റെ മാർഗം ശരിയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് എത്തും, മറ്റാർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്, മറ്റെല്ലാവരും അസൂയയോടെ നോക്കുന്നൊരു സ്റ്റേറ്റ്. അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ മുമ്പിൽ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നതും എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഒരു വിലയില്ലാത്ത സാധനങ്ങളാണ്. സോ ഞാൻ നഷ്ടങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുക.